ഗായ്സ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ സൗദി അറേബ്യയിൽ എങ്ങനെ മുടി വെട്ടാം. ഞാനും മോനും കൂടിയിട്ട് മുടി വെട്ടാൻ പോണ്. ഞാനല്ല, ബാർബറാണ് വെട്ടാൻ. ഞങ്ങള് മുടി ബാർബർ ഷോപ്പിൽ പോയിട്ട് വെട്ടിക്കാൻ പോണ്. അപ്പൊ അതിന്റെ വീഡിയോസ് ആണെന്ന്. മുടി വെട്ടാം ഞങ്ങൾ പോകണമെങ്കിൽ ഇവിടെ മേക്കപ്പ് ഫുള്ള് സൂസ് തന്നെയാണ്. ഇവിടെ ഒരാഴ്ചക്കുള്ള സാധനം ഞങ്ങളിവിടെ ഒരാഴ്ച വാങ്ങിച്ചിരിക്കും. ഏതെങ്കിലും ഒരു ദിവസം പോയി വാങ്ങും. എന്നാലും ഡെയിലി ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങണം. എന്തെങ്കിലും സാധനം വാങ്ങിക്കാതെ ദിവസങ്ങളുണ്ടോ അല്ലേ? എന്നത് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനായിട്ട് ലുലുലോ എവിടെയൊക്കെ പോകും. എന്തായാലും ആഴ്ചക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഫുള്ള് വേറെ ദിവസം വാങ്ങാൻ ചെയ്യും. അതാണ് ഇപ്പൊ അവസ്ഥ. ഈ ഡ്രസ്സിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് കാലത്തുള്ള കുളിക്കാൻ ഇടാ. ഇപ്പൊ തണുപ്പില്ല, ഈ കുളിക്കാണ്ടാ വിട്ടിട്ടുള്ള പോയി അല്ല സിംബ. നീ ഇങ്ങനെ പൂച്ചേനെ കേട്ട് നീ പഠിക്കണേ. ആ മേലെ തൊട്ടില്ലേ സൗണ്ട്. ഡ്രസ് വേണം, ഡ്രസ് വേണം. അതെ, മേലെ ആരോ ഡ്രില്ല് ചെയ്യണ സൗണ്ടാ, ഡ്രില്ലിങ്ങിന്റെ സൗണ്ടാ. നീ പേടിക്കണേ? ആ സൗണ്ട് മേലെ എന്തോ ഡ്രില്ല് ചെയ്യണ സൗണ്ടാ മേലത്തെ റൂമില്. മഞ്ഞേ ഞങ്ങളെ മുടി വെട്ടാൻ പോണട്ടോ. ഈ അല്ല ഞാനൊരു ട്രൗസർ മരിയാനിട്ടു. ഇയാള് ഫുള്ള് സെറ്റായിട്ട് നീ പാമ്പസ് നീ എന്തിനാ വെറുതെ കിടന്നിട്ട് തുള്ളണ കിടന്നിട്ട് ഇവളെ വായിലേക്കൊക്കെ നീ കേക്കണ വല്ല കാര്യണ്ടാ? വല്ല കാര്യണ്ട നിനക്ക്? സൂസുണ്ട് വായിരിക്കും വല്ല കേക്കണ വല്ല കാര്യണ്ടാ? എനിക്ക് ഇഷ്ടമുള്ള കേട്ടോ. ഡ്രസ് അടിച്ചൂടെ? ഇടാൻ പറ, ഇട്ടുതരാൻ പറയേ. അയ്യോ, തല ഓടിച്ചു പോണ്. അതല്ല, അതൊരു ഡ്രസ്സില്ല, വേറെ അതൊരു ഭംഗിയില്ല. ഓക്കെ പോലീസുണ്ട് അവിടെ. പോലീസ് സിംബന്ന് പോലീസിനെ അച്ഛൻ രാവിലെ കണ്ടപ്പോഴേ പോലീസ് ചോദിച്ചു, സിംബ ഇന്നലെ രാത്രി കരഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സോറി സാറേ, ഇപ്രാവശ്യം ക്ഷമിക്ക്, ഇന്ന് രാത്രി സിംബ കരയില്ലാന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, സിംബ രാത്രി കരഞ്ഞാല് സിംബ ഷൂസ് കാണിച്ചേ. തരുമോ അച്ഛൻ്റെ പഴയ ഷൂസ് തരുമോ? പിന്നെ എനിക്കിതായോ? ഞാൻ എന്റെ സ്പെക്സ് കിട്ടിയിട്ട് എനിക്ക് സ്പെക്സ് വെച്ചിട്ട് വീഡിയോ റെക്കോർഡിംഗ്. ഞാൻ സ്പെക്സ് വെച്ചിട്ട് എങ്ങനെ എന്നോട് ചിലർ പറഞ്ഞു പ്രായം കൂടുതലെന്ന് പറയുന്നത് ശരിയാണ്. എന്റെ ഈ കണ്ണിനെ കുറച്ച് കാഴ്ച കുറവുണ്ട്. അപ്പൊ എന്തായാലും ഓറായിട്ടുണ്ട്, കുറച്ച് പ്രായം കൂടി ഉണ്ട് കൂടുതല്. പ്രായം തൊപ്പി റൂമിലുണ്ട്. അത് നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞപ്പോ നീ വേണ്ട അവനോടും അയ്യേ സിംബിടെ ഷൂ കേടായിട്ടാ. സിംബ വീഴും. അതെ, അപ്പൊ അമ്മ അപ്പുറത്ത് കൈ നോക്കണ്ട. അമ്മ പോയി നാടോട്ട്. വേസ്റ്റ് ഇടാൻ പോയിട്ടില്ലേ? വേസ്റ്റ് വണ്ടി കയറിയിട്ടില്ല. ഗൈസ്, ഞങ്ങളുടെ വീക്ക്ലി ആസ് യൂഷ്വൽ പർച്ചേസ്, സ്മോൾ പർച്ചേസ് ഫ്രം ലുലു.
അതിനുശേഷം നമ്മൾ ബാർബർ ഷോപ്പിൽ പോകും, മുടി വെട്ടും. അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സമയമില്ല, ഇവിടുത്തെ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നേരം അങ്ങോട്ട് പോകും. ഇറങ്ങി നടക്കടാ, ഇത്ര വലിയ എന്തിനെ ഇറങ്ങടാ ഇറങ്ങടാ ഇറങ്ങടാ. എന്റെ ഇറങ്ങിയിട്ടുണ്ടോ? ഗൈസ്, ഫസ്റ്റ് നമ്മളൊരു ബോഡി ക്രീം എടുത്ത്. ഞാനൊരു 11 വർഷമായി ഈ സാധനം ഉപയോഗിക്കുന്നു, ഗൾഫിൽ വന്നതിന് ശേഷം. എന്റെ സ്കിന്നിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം ഞാൻ ഈ സാധനം മാറ്റി യൂസ് ചെയ്ത് നോക്കി. പക്ഷേ അതിൽ ഞാൻ എപ്പോഴും ഇത് തന്നെ ഉപയോഗിക്കാറ്, നിവിയ ഈ സാധനമില്ലേ. ഈ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സാധനം ഇതാ, എനിക്ക് ഉപയോഗിച്ചിട്ട് എന്റെ സ്കിന്നിന് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഭയങ്കര ഡ്രൈ സ്കിന്നിനൊക്കെ കിട്ടില്ല സാധനം ഇത്. ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നും അടിപൊളിയാണ് ഇത്. ഒരു വെറൈറ്റി സാധനമാണ്. അതെ ഗൈസ്, വാ 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 പോളാം. വേറെന്താ ഇതെന്താ ഇത്? ഫുഡ് ഫീലിങ്സോ? ഇത് മറ്റേ സാധനം അല്ലു അർജുന്റെ ഫീലിങ്സ് ഇതല്ലേ? വാ 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 മോനെ നടന്നേ. ഇത് കൺഫേം ആയിക്കില്ലേ? ക്രീം 21 എടുക്കണോ അല്ലെങ്കിൽ മതില്ലേ? ബാബാ ഗൈസ്, ഞങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ, അതായത് ലില്ലു കോക്കനട്ട് ഓയിൽ. ഇതിന്റെ അത്ര പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല നാട്ടിലത്തെ. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഇത് കിട്ടില്ല സാധനം കേട്ടോ. ഇത് പ്രൊഡക്ഷൻ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടത്. എണ്ണം കച്ച സാധനം, എളമക്കര ഇത് പാക്കഡ് ബൈ മെഴുക്കാട്ടിൽ മിൽസ്, എരുമത്തല ടിയോ, കേരള. എണ്ണം കാച്ച സാധനം നമ്മളിപ്പോ തീർക്കുന്നുണ്ട്. ഞങ്ങൾ പർച്ചേസ് ചെയ്തതിന്റെ വീഡിയോ എടുക്കാൻ മറന്നു. എപ്പോഴുള്ളൊരു പ്രശ്നമാണ്. വളരെ അടിപൊളി സാധനം വാങ്ങിച്ചിട്ടോ, സ്ട്രോബെറീസ്. ഇത് നമ്മളെ നാട്ടില് ടേസ്റ്റുള്ള സ്ട്രോബെറി അല്ല, ഇവിടെ ഉള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവും. ഇത് ഒരു വെറൈറ്റി സാധനമാണ്. സ്ട്രോബെറിയുടെ ടേസ്റ്റ് അല്ലേ സ്ട്രോബെറിക്ക്? അതെ, ഇത് പൈനാപ്പിളിന്റെ ടേസ്റ്റുള്ള സ്ട്രോബെറിയാ. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത്യാവശ്യം പറഞ്ഞ ഒരാഴ്ചയിൽ ഇടയ്ക്ക് വാങ്ങുന്ന സാധനങ്ങളല്ലേ. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പേയ്മെന്റ് ചെയ്യുന്ന സമയത്തിന് ഓർമ്മ വന്നത് വീഡിയോ എടുക്കണം എന്നുള്ളത്. ഒരു നീണ്ട നിരയാണ് നമ്മളെ കയ്യിൽ വന്നിട്ടുള്ളത്. ഞാൻ പൊട്ടിച്ചെടുത്താ. ഇത്ര സാധനങ്ങൾ നമ്മൾ വാങ്ങി. ഇനി നമ്മള് ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി കിട്ടും. അതല്ല, ഇത്രയധികം സാധനങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറഞ്ഞു. നമ്മൾ ആദ്യം ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ വന്നതാ, ഓരോന്നിന്റെ വീഡിയോ എടുക്കണം, നമ്മൾ വീഡിയോ വലിയ ലെങ്ത് ഉള്ള വീഡിയോ ആക്കണം എന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ എന്തായി, അവസാനം ബില്ലിങ്ങിന്റെ സമയത്താണ് നമുക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം. ഇതിന്റെ ഇടയ്ക്ക് ഒരു മറവി വന്നു. ഇടയ്ക്ക് ശരിയോ ഗൈസ്, ഞാൻ മുടി വെട്ടാൻ വരികയാണ്. സൗദി അറേബ്യയിൽ എങ്ങനെ മുടി വെട്ടാം എന്നുള്ളതിന്റെ വീഡിയോ ആണ് കാണാൻ പോണത്. ഞാൻ മാത്രല്ല, എന്റെ മോനുണ്ട്. എന്റെ മുടി വെട്ടല് കഴിഞ്ഞിട്ട് എന്റെ കട്ടിങ് കഴിഞ്ഞ ശേഷം അവൻ കട്ട് ചെയ്യും. അല്ലാതെ നീല അവൻ ആദ്യം വന്നിരുന്നിട്ട് എനിക്ക് അറിയാൻ പേടിച്ചിട്ട്. ഇപ്പൊ ഞാൻ എങ്ങനെ കട്ട് ചെയ്യുന്നുള്ളവനെ കണ്ടിട്ടെങ്കിൽ ഒരു ഐഡിയ വരും. അപ്പൊ ഇന്നത്തെ പരിപാടി ഹെയർ കട്ടിങ്. സൂസോ ഗൈസ്, ഒന്ന് തുടങ്ങണം നമ്മളെ പരിപാടി. ഹെയർ കട്ടിങ് മാത്രല്ല കേട്ടോ, നമ്മളെ ടാൻ റിമൂവല്. ഒന്ന് കുട്ടപ്പനാവാനുണ്ട് നമുക്കൊന്ന് റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. നമ്മളെ റീൽസ് വൈറലാവാൻ ചാൻസ് ഉണ്ട്. എന്റെ വീഡിയോ കണ്ടില്ല, 1 മില്യൺ ഒക്കെ വ്യൂവേഴ്സ് എന്റെ വീഡിയോ. നിസ്സാരക്കാരൻ.
Guys, നമ്മുടെ ടോവിന് തോന്നാനുള്ള പരിപാടി ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്ന വല്ല ഉറുമ്പും പൊടിയാവും, സോപ്പും പൊടി അങ്ങനെ ആവും. പക്ഷെ ഇത് വേറെ സാധനമാണ്. ഇത് എന്താ തിക്നെസ് കൂട്ടാൻ വേണ്ടിട്ട്? ഇത് വോളിയം പാടും. വോളിയം കൂട്ടാൻ. എന്നിട്ടിട്ടല്ലോ ആ സാറില്ലേ പോട്ടെ, വീട്ടിൽ പോയിട്ട് അമ്മ കുളിപ്പിച്ചേരാ മാന്തല്ലേ. എന്നിട്ടേ ഷീപ്പ് ചോദിക്കും അയ്യോ പോട്ടെ വീടെത്തിട്ട് കുളിക്കാം നമുക്ക്. അതെ ഉറക്കം വരുന്നുണ്ടോ? ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ലേ അതിന്റെ മൂവി ഡേ ആയിട്ടാ അവസാനം സിംബ കൈ എടുക്ക്. വേദന എടുക്കൂല. കണ്ണിൽ പോകും. കൈയുണ്ട് മാന്തെന്ന്. കഴിഞ്ഞിട്ടാ ഇല്ല കൈമേല ഒന്നും ഇല്ല കണ്ണാ. മതി അതില്ലേ സെറ്റയില്ലേ? ഷേഡിലൊക്കെ ലൈനൊക്കെ ഉണ്ടോ മോളെ? എന്റെ മോന്റെ തലയില് കിട്ടില്ലേ ഇല്ലേ? ഒരു എന്നാ അങ്ങനെ ഞങ്ങള് ഹെയർ കട്ട് സീരീസ് അവസാനിച്ച് ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.